ഹലോ ഓൾ പി എസ് സി ടേണിംഗ് പോയിൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഖാദി ബോർഡ് എൽ ഡി സി 2024 എന്നീ പരീക്ഷകളുടെ ഒരു മിനി മോക്ക് ടെസ്റ്റാണ്. ആദ്യത്തെ 10 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ജി കെയിൽ നിന്നും ഇംഗ്ലീഷും മലയാളവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിനോടൊപ്പം ചെയ്തു നോക്കുക. വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2026 ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം. ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി US. ഉത്തരം ഓപ്ഷൻ ഡി ആണ് US. അപ്പോൾ 2026 ചന്ദ്രനിൽ ആണവ റിയാക്ടർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം US ആണ്. അടുത്ത ചോദ്യം, 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഏതു ജില്ലയിലാണ്? ഓപ്ഷൻ എ മലപ്പുറം, ഓപ്ഷൻ ബി പാലക്കാട്, ഓപ്ഷൻ സി തൃശ്ശൂർ, ഓപ്ഷൻ ഡി കോഴിക്കോട്. ഉത്തരം ഓപ്ഷൻ സി ആണ് തൃശ്ശൂർ. അപ്പോൾ 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ 2024 നിലവിൽ വരുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റൻ ആകുന്ന ആദ്യ മലയാളി താരം. ഓപ്ഷൻ എ ഷാനി ശശിധരൻ, ഓപ്ഷൻ ബി കീർത്തി ജെയിംസ്, ഓപ്ഷൻ സി ജിൻസി ജോർജ്, ഓപ്ഷൻ ഡി മിന്നുമണി. ഉത്തരം ഓപ്ഷൻ ഡി ആണ് മിന്നുമണി. അപ്പോൾ രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിൻ്റെ ക്യാപ്റ്റനാകുന്ന ആദ്യ മലയാളി താരം മിന്നുമണിയാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 ബുക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ ഷെഹാൻ കരുണാതിലക, ഓപ്ഷൻ ബി പോൾ ലിഞ്ച്, ഓപ്ഷൻ സി ഡാമോൺ ഗാൽഗുഡ്, ഓപ്ഷൻ ഡി മാർഗരറ്റ് അറ്റ്വുഡ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് പോൾ ലിഞ്ച്. അപ്പോൾ 2023 ബുക്കർ സമ്മാനം ലഭിച്ചത് പോൾ ലിഞ്ചിനാണ്. അടുത്ത ചോദ്യം, 2023 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ. ഓപ്ഷൻ എ ലക്ഷ്യ, ഓപ്ഷൻ ബി വേഗ, ഓപ്ഷൻ സി പ്രളയ്, ഓപ്ഷൻ ഡി ശക്തി. ഉത്തരം ഓപ്ഷൻ സി ആണ് പ്രളയ്. അപ്പോൾ 2023 നവംബറിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് പ്രളയ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനൽ കമ്മീഷൻ ചെയ്ത രാജ്യാന്തര വിമാനത്താവളം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി തിരുവനന്തപുരം, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി കണ്ണൂർ. ഉത്തരം ഓപ്ഷൻ സി ആണ് കൊച്ചി. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ബിസിനസ് ജെറ്റ് ടെർമിനൽ കമ്മീഷൻ ചെയ്ത രാജ്യാന്തര വിമാനത്താവളം കൊച്ചിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 2022 നവംബറിൽ PSLV 54 ദൗത്യത്തിലൂടെ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ഓപ്ഷൻ എ EOS 3, ഓപ്ഷൻ ബി EOS 6, ഓപ്ഷൻ സി EOS 5, ഓപ്ഷൻ ഡി EOS 4. ഉത്തരം ഓപ്ഷൻ ബി ആണ് EOS 6. അപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ 2022 നവംബറിൽ PSLV 54 ദൗത്യത്തിലൂടെ വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS 6. അടുത്ത ചോദ്യം, ബ്രിക്സ് ഉച്ചകോടി 2023 വേദി. ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ബ്രസീൽ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ബ്രിക്സ് ഉച്ചകോടി 2023 വേദി ദക്ഷിണാഫ്രിക്കയാണ്. അടുത്ത ചോദ്യം നോക്കാം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 13, ഓപ്ഷൻ ഡി 14. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 14. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 14. അടുത്ത ചോദ്യം നോക്കാം. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ 100A, ഓപ്ഷൻ ബി 200A, ഓപ്ഷൻ സി 300A, ഓപ്ഷൻ ഡി 400A. ഉത്തരം ഓപ്ഷൻ സി ആണ് 300A. അപ്പോൾ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 300A. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ശുപാർശ നൽകിയ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ക്ലെമന്റ് ആറ്റ്ലി, ഓപ്ഷൻ ബി പെതിക് ലോറൻസ്, ഓപ്ഷൻ സി സ്റ്റഫോർഡ് ക്രിപ്സ്, ഓപ്ഷൻ ഡി AV അലക്സാണ്ടർ. ഉത്തരം ഓപ്ഷൻ എ ആണ് ക്ലെമന്റ് ആറ്റ്ലി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ ശുപാർശ നൽകിയ ക്യാബിനറ്റ് മിഷനിൽ അംഗങ്ങളായിരുന്നു പെതിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവർ. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി JB കൃപലാനി. ഉത്തരം ഓപ്ഷൻ ഡി ആണ് JB കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. അടുത്ത ചോദ്യം, ശരീരത്തിലെ ഏത് അസ്ഥിയുടെ പേരാണ് പാറ്റല്ല? ഓപ്ഷൻ എ കൈമുട്ട്, ഓപ്ഷൻ ബി നട്ടെല്ല്, ഓപ്ഷൻ സി കാൽമുട്ട്, ഓപ്ഷൻ ഡി തലയോട്ടി.
ഉത്തരം ഓപ്ഷൻ സി ആണ് കാൽമുട്ട്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ് പാറ്റല. അപ്പോൾ പാറ്റല എന്നത് കാൽമുട്ടിലെ അസ്ഥിയുടെ പേരാണ്. അടുത്ത ചോദ്യം നോക്കാം. സുഷുമ്നയെ ബന്ധപ്പെട്ട് വസ്തുതകളിൽ തെറ്റായവ ഏവ? ഒന്നാമത്തെ പ്രസ്താവന മെഡുല ഒബ്ലാങ്കടയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. രണ്ടാമത്തെ പ്രസ്താവന സുഷുമ്ന നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ പ്രസ്താവന സുഷുമ്നയുടെ ബാഹ്യഭാഗമാണ് ഗ്രേ മാറ്റർ. നാലാമത്തെ പ്രസ്താവന സുഷുമ്നയുടെ ആന്തരഭാഗമാണ് വൈറ്റ് മാറ്റർ. ഉത്തരം ഓപ്ഷൻ സി ആണ് 3ഉം 4ഉം. അപ്പോൾ 3ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെഡുല ഒബ്ലാങ്കടയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന. സുഷുമ്ന നട്ടലിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ഓപ്ഷൻ എ റോബർട്ട് ബ്രൗൺ, ഓപ്ഷൻ ബി തിയഡോർ ഷ്വാൻ, ഓപ്ഷൻ സി MGL ശ്ലീഡൻ, ഓപ്ഷൻ ഡി ചാൾസ് ഡാർവിൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ് തിയഡോർ ഷ്വാൻ. അപ്പോൾ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയഡോർ ഷ്വാൻ ആണ്. അപ്പോൾ തിയഡോർ ഷ്വാൻ കണ്ടെത്തി ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഓപ്ഷൻ എ റൈബോസോം, ഓപ്ഷൻ ബി ഗോൾജി കോംപ്ലക്സ്, ഓപ്ഷൻ സി മൈറ്റോകോൺഡ്രിയോൺ, ഓപ്ഷൻ ഡി ഹരിതകണം. ഉത്തരം ഓപ്ഷൻ എ ആണ് റൈബോസം. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസം. അടുത്ത ചോദ്യം നോക്കാം. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ? ഓപ്ഷൻ എ ഡെൽഹൌസി പ്രഭു, ഓപ്ഷൻ ബി കേഴ്സൺ പ്രഭു, ഓപ്ഷൻ സി വെല്ലസ്ലി പ്രഭു, ഓപ്ഷൻ ഡി മൗണ്ട് ബാറ്റൻ പ്രഭു. ഉത്തരം ഓപ്ഷൻ സി ആണ് വെല്ലസ്ലി പ്രഭു. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജി ആഹ്വാനം ചെയ്ത നികുതി നിഷേധ സമരം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഖേദ സമരം, ഓപ്ഷൻ ബി അഹമ്മദാബാദ് മിൽ സമരം, ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. ഉത്തരം ഓപ്ഷൻ എ ആണ് ഖേദ സമരം. അപ്പോൾ ഗാന്ധിജി ആഹ്വാനം ചെയ്ത നികുതി നിഷേധ സമരമാണ് ഖേദ സമരം. അപ്പോൾ ഗാന്ധിജി ആഹ്വാനം ചെയ്ത നികുതി നിഷേധ സമരമാണ് ഖേദ സമരം. അടുത്ത ചോദ്യം നോക്കാം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പണ്ഡിത രമാഭായ് സ്ഥാപിച്ച സംഘടന? ഓപ്ഷൻ എ സമത്വ സമാജം, ഓപ്ഷൻ ബി ശാരദാ സദൻ, ഓപ്ഷൻ ശ്രീരാമകൃഷ്ണ മിഷൻ, ഓപ്ഷൻ ഡി വാർധാ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ബി ആണ് ശാരദാ സദൻ. അപ്പോൾ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പണ്ഡിത രമാഭായ് സ്ഥാപിച്ച സംഘടനയാണ് ശാരദാ സദൻ. അപ്പോൾ ശാരദാ സദൻ എന്നത് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പണ്ഡിത രമാഭായ് സ്ഥാപിച്ച സംഘടനയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ സി മഹാത്മാഗാന്ധി, ഓപ്ഷൻ ഡി ഭഗത് സിംഗ്. ഉത്തരം ഓപ്ഷൻ എ ആണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. CD-യിലെ വർണ്ണരാജിക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം? ഓപ്ഷൻ എ വിഭങ്കനം, ഓപ്ഷൻ ബി മരീചിക, ഓപ്ഷൻ സി പൂർണ്ണാന്തര പ്രതിഫലനം, ഓപ്ഷൻ ഡി അപവർത്തനം. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് വിഭങ്കനം. അപ്പോൾ CD-യിലെ വർണ്ണരാജിക്ക് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് വിഭങ്കനം. അടുത്ത ചോദ്യം നോക്കാം. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയതാര്? ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ, ഓപ്ഷൻ ബി ക്രിസ്ത്യൻ ഹൈജൻസ്, ഓപ്ഷൻ സി റോമർ, ഓപ്ഷൻ ഡി ലിയോൺ ഫുക്കോൾട്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലിയോൺ ഫുൾക്കാട്ട്. അപ്പോൾ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗം ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുൾക്കാട്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. ദൃശ്യപ്രകാശത്തിൽ തരംഗ ദൈർഘ്യം കൂടിയ നിറം? ഓപ്ഷൻ എ വയലറ്റ്, ഓപ്ഷൻ ബി ഓറഞ്ച്, ഓപ്ഷൻ സി ചുവപ്പ്, ഓപ്ഷൻ ഡി നീല. ഉത്തരം ഓപ്ഷൻ സി ആണ് ചുവപ്പ്. അപ്പോൾ ദൃശ്യപ്രകാശത്തിൽ തരംഗ ദൈർഘ്യം കൂടിയ നിറം ചുവപ്പാണ്. അടുത്ത ചോദ്യം നോക്കാം. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം? ഓപ്ഷൻ എ മന്തുരോഗം, ഓപ്ഷൻ ബി സാർസ്, ഓപ്ഷൻ സി ഹീമോഫീലിയ, ഓപ്ഷൻ ഡി അൽസൈമേഴ്സ്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഹീമോഫീലിയ. അപ്പോൾ ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. അപ്പോൾ ഹീമോഫീലിയയാണ് ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം. അടുത്ത ചോദ്യം നോക്കാം. കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് KB മേനോന് കത്തെഴുതിയ ദേശീയ നേതാവ്? ഓപ്ഷൻ എ സി രാജഗോപാലാചാരി, ഓപ്ഷൻ ബി ടി പ്രകാശം, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ഗാന്ധിജി. ഉത്തരം ഓപ്ഷൻ സി ആണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ കീഴരിയൂർ ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ട് KB മേനോന് കത്തെഴുതിയ ദേശീയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം നോക്കാം. 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ അന്തരിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ കാപ്പാട്, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി ലിസ്ബൺ, ഓപ്ഷൻ ഡി കൊച്ചി. ഉത്തരം ഓപ്ഷൻ ഡി ആണ് കൊച്ചി.
അപ്പോൾ 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ അന്തരിച്ചത് കൊച്ചിയിൽ വെച്ചാണ്. അടുത്ത ചോദ്യം നോക്കാം. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ട കോട്ട ഏതാണ്? ഓപ്ഷൻ എ അഞ്ചുതെങ്ങ് കോട്ട, ഓപ്ഷൻ ബി ചാലിയം കോട്ട, ഓപ്ഷൻ സി പാലക്കാട് കോട്ട, ഓപ്ഷൻ ഡി ബേക്കൽ കോട്ട. ഉത്തരം ഓപ്ഷൻ ബി ആണ് ചാലിയം കോട്ട. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെട്ട കോട്ടയാണ് ചാലിയം കോട്ട. അടുത്ത ചോദ്യം. കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ വസ്തുതകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപം. ഓപ്ഷൻ ബി കൂത്തമ്പലം എന്ന പേരുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. ഓപ്ഷൻ സി മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ. ഓപ്ഷൻ ഡി കൂടിയാട്ടത്തിൻ്റെയും പടയണിയുടെയും പുനരുദ്ധാരണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മാർഗി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടകരൂപമാണ് കൂടിയാട്ടം. കൂത്തമ്പലം എന്ന പേരിലുള്ള അരങ്ങിലാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ ഏക കഥാപാത്രമാണ് വിദൂഷകൻ. അടുത്ത ചോദ്യം നോക്കാം. ഒരു സ്ഥലത്തെ പ്രാദേശിക സമയം കണക്കാക്കുന്ന ആ പ്രദേശത്തെ ഡാഷിനെ അടിസ്ഥാനമാക്കിയാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പ്രഭാത സൂര്യനെ, ഓപ്ഷൻ ബി മധ്യാഹ്ന സൂര്യനെ, ഓപ്ഷൻ സി സായന സൂര്യനെ, ഓപ്ഷൻ ഡി പാതിരാ സൂര്യനെ. ഉത്തരം ഓപ്ഷൻ ബി ആണ് മധ്യാഹ്ന സൂര്യനെ. സ്ഥലത്തെ പ്രാദേശിക സമയം കണക്കാക്കുന്നത് ആ പ്രദേശത്തെ മധ്യാഹ്ന സൂര്യനെ അടിസ്ഥാനമാക്കിയാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. ഓപ്ഷൻ എ 2595 മീറ്റർ, ഓപ്ഷൻ ബി 2695 മീറ്റർ, ഓപ്ഷൻ സി 2865 മീറ്റർ, ഓപ്ഷൻ ഡി 2965 മീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി ആണ് 2695 മീറ്റർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. ഓപ്ഷൻ എ ഭൂമിയുടെ ആകൃതിയാണ് ജിയോയിഡ്. ഓപ്ഷൻ ബി ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലം രേഖാംശം എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ സി ഭൂഗോളത്തിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഓപ്ഷൻ ഡി ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം അല്പം വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് പറയുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഭൂമിയുടെ ആകൃതിയാണ് ജിയോയിഡ്. അപ്പോൾ ഭൂമിയുടെ ആകൃതിയാണ് ജിയോയിഡ്. ഭൂഗോളത്തിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. അപ്പോൾ ഭൂഗോളത്തിലെ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം അല്പം വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് പറയുന്നു. അപ്പോൾ ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം അല്പം വീർത്തതുമായ ഗോളാകൃതിയെ ജിയോയിഡ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻ എ 590, ഓപ്ഷൻ ബി 580, ഓപ്ഷൻ സി 570, ഓപ്ഷൻ ഡി 560. ഉത്തരം ഓപ്ഷൻ ഡി ആണ് 560. അപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. വി ഡാഷ് ഹറി അപ്പ്, വി ആർ ഓൾറെഡി ലേറ്റ്. ഓപ്ഷൻ എ ought, ഓപ്ഷൻ ബി മസ്റ്റ്, ഓപ്ഷൻ സി നീഡ്, ഓപ്ഷൻ ഡി യൂസ്ഡ് ടു. ഉത്തരം ഓപ്ഷൻ ബി ആണ് മസ്റ്റ്. വി മസ്റ്റ് ഹറി അപ്പ്, വി ആർ ഓൾറെഡി ലേറ്റ്. അടുത്ത ചോദ്യം. ഐ ഡാഷ് കോൾ യു ടു നൈറ്റ്. ഓപ്ഷൻ എ വിൽ, ഓപ്ഷൻ ബി വുഡ്, ഓപ്ഷൻ സി ഷുഡ്, ഓപ്ഷൻ ഡി യൂസ്ഡ് ടു. ഉത്തരം ഓപ്ഷൻ എ ആണ് ഐ വിൽ കോൾ യു ടു നൈറ്റ്. അടുത്ത ചോദ്യം. ഇൻ മൈ യങ്ങർ ഡേയ്സ് ഐ ഡാഷ് റൺ 4 miles at a stretch. ഓപ്ഷൻ എ കുഡ്, ഓപ്ഷൻ ബി ക്യാൻ, ഓപ്ഷൻ സി ഷുഡ്, ഓപ്ഷൻ ഡി വിൽ. ഉത്തരം ഓപ്ഷൻ എ ആണ് കുഡ്. ഇൻ മൈ യങ്ങർ ഡേയ്സ് ഐ കുഡ് റൺ 4 miles at a stretch. അടുത്ത ചോദ്യം നോക്കാം. വി ടേക്ക് സം റെസ്റ്റ്, വി ആർ ഓൾറെഡി ടയർഡ്. ഓപ്ഷൻ എ ought, ഓപ്ഷൻ ബി മസ്റ്റ്, ഓപ്ഷൻ സി നീഡ്, ഓപ്ഷൻ ഡി യൂസ്ഡ് ടു. ഉത്തരം ഓപ്ഷൻ ബി ആണ് മസ്റ്റ്. വി മസ്റ്റ് ടേക്ക് സം റെസ്റ്റ്, വി ആർ ഓൾറെഡി ടയർഡ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ സാമാന്യ ലിംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ വേടൻ, ഓപ്ഷൻ ബി തമ്പുരാട്ടി, ഓപ്ഷൻ സി വേലക്കാർ, ഓപ്ഷൻ ഡി തള്ള. ഉത്തരം ഓപ്ഷൻ സി ആണ് വേലക്കാർ. അപ്പോൾ സാമാന്യ ലിംഗം വേലക്കാർ എന്നതാണ്. അടുത്ത ചോദ്യം. പുല്ലിംഗ ഏകവചന പ്രത്യയം ഏതാണ്? ഓപ്ഷൻ എ ഇ, ഓപ്ഷൻ ബി അൻ, ഓപ്ഷൻ സി അൾ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ് അൻ. അപ്പോൾ പുല്ലിംഗ ഏകവചന പ്രത്യയം അന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. നംപുസക ലിംഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ കല്ല്, ഓപ്ഷൻ ബി മരം, ഓപ്ഷൻ സി ഗ്രാമീണർ, ഓപ്ഷൻ ഡി പാലം. ഉത്തരം ഓപ്ഷൻ സി ആണ് ഗ്രാമീണർ. അപ്പോൾ നംപുസക ലിംഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഗ്രാമീണറാണ്. അപ്പോൾ നംപുസക ലിംഗത്തിന് ഉദാഹരണമാണ് കല്ല്, മരം, പാലം എന്നിവ. അടുത്ത ചോദ്യം. ഗൃഹസ്ഥൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ എ ഗൃഹിണി, ഓപ്ഷൻ ബി ഗൃഹണി, ഓപ്ഷൻ സി ഗർഹിണി, ഓപ്ഷൻ ഡി ഗൃഹസ്ഥനി. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗൃഹണി. അപ്പോൾ ഗൃഹസ്ഥൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം ഗൃഹണിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ മിനി മോക്ക് ടെസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് 34 ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്.
താങ്ക് യു ഓൾ.